ഇനി ശിരൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. ശിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ. ഗംഗാവലിയിലെ ദൗത്യം അതീവ ദുഷ്കരമെന്ന് അദ്ദേഹം ദൗത്യസംഘത്തെ അറിയിച്ചു. പലതവണ അടിത്തട്ടിലിറങ്ങിയെങ്കിലും കാഴ്ച ദുഷ്കരമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മേഘന മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മേഘന, ഈ മാൽപ്പയുടെ തെരച്ചിലേറെ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ അതും അവസാനിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്നുള്ള കാര്യമാണ് മുന്നിൽ നിൽക്കുന്നത്? ഒരു യോഗം ചേരുന്നുണ്ടായിരുന്നു, ആ യോഗ തീരുമാനങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ശ്രുതി, കഴിഞ്ഞ 13 ദിവസങ്ങളായി ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയും ഒരു അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും ഒക്കെ അവസാനിക്കുന്ന നിരാശയുടെ ഒരു മണിക്കൂറുകളിലൂടെ തന്നെയാണ് ശിരൂരിലെ മേഖല, ഈ മണ്ണിടിച്ചിലുണ്ടായ ദുരന്ത ഭൂമി കടന്നു പോകുന്നത്. അതിൽ അവസാന ആശ്രയമായി എത്തിയിട്ടുണ്ടായിരുന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും ഈ ഒരു ദൗത്യം അവസാനിപ്പിച്ച് മേഖലയിൽ നിന്ന് മടങ്ങുകയാണ്. അതിൽ ഈശ്വർ മൽപ്പയും പറയുന്നത്, പലതവണ നദിയുടെ അടിത്തട്ടിലേക്ക് പോയി പരിശോധനകൾ നടത്തിയെങ്കിലും ഒന്നും കാണാൻ സാധിക്കാത്ത, അതായത് ലോറിയോ അർജുൻ്റെ മറ്റ് അവശിഷ്ടങ്ങൾ പോലും കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നദിയിലുള്ളത് എന്നുള്ളതാണ്. ശക്തമായ അടിയൊഴുക്കുണ്ട്, മഴയുണ്ട്, ഗംഗാവാലി നദി കലങ്ങി ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരച്ചിൽ നടത്തുന്നത് പ്രായോഗികമല്ല എന്നുള്ളത് തന്നെയാണ് ഈശ്വർ മൽപ്പയും അറിയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് മറ്റ് ആർമി, നേവി, NDRF സംഘവും ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കർണാടക റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അതായത് ഈ തിരച്ചിൽ നിർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് അറിയുന്നത്. ഒരു സമാന്തരമായി ഒരു അടിയന്തര യോഗവും കർണാടകയിൽ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ പ്രധാനമായും കേരളത്തിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തിരച്ചിൽ നിർത്തരുത് എന്നുള്ളതായിരുന്നു. അതായത് ഇനിയും തിരച്ചിൽ തുടരണം, അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണം എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. പക്ഷേ ആവശ്യം നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കർണാടക കാർവാർ MLA ഈ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുകയും, അതായത് ഈ തിരച്ചിൽ നിർത്തുകയാണ്, കേരളത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നടക്കം MLA പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശക്തമായ അടിയൊഴുക്കുണ്ട്, സീറോ വിസിബിലിറ്റിയാണ്. അങ്ങനെ നദിക്കടിയിലേക്ക് പോയി ഒന്നും കാണാൻ സാധിക്കാത്തൊരു സാഹചര്യവും മാത്രമല്ല, വരുന്ന 21 ദിവസം എന്ന് പറയുന്നത് മേഖലയിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരച്ചിൽ തുടരാൻ കഴിയില്ല എന്ന് തന്നെയാണ് MLA അറിയിക്കുന്നത്. കൂടാതെ ഇനി തെരച്ചിൽ നടത്തണമെങ്കിൽ ബാർജ് എന്ന് പറയുന്ന ഈ നദിക്കടിയിലേക്ക് എത്തി മണ്ണ് മാറ്റുന്ന യന്ത്രം എത്തിക്കേണ്ടതുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ടതാണ്. അതിന് കുറഞ്ഞത് 4 ദിവസമെങ്കിലും ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം എത്തിക്കേണ്ട ഈ ഉപകരണം 4 ദിവസം കഴിഞ്ഞ് എത്തിയാൽ വീണ്ടും ഒരു തിരച്ചിൽ തുടരാം എന്നുള്ള ഒരു ധാരണയിലേക്കും കർണാടക സർക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ നിന്ന് ദുരന്ത ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ 13 ദിവസം തുടർന്നിരുന്ന അർജുൻ്റെ ബന്ധു ജിതിൻ പ്രതികരിക്കുന്നത്, എങ്ങനെ അർജുനില്ലാതെ താൻ വീട്ടിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം അർജുൻ തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ശിരൂരിലെ മേഖലയിലുണ്ട്. എന്തായാലും ഇപ്പോഴും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും MLA വിജിനും ഒക്കെ അവിടെ തുടരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു മന്ത്രിയുടെ കാര്യം പറയുമ്പോൾ തന്നെ തെരച്ചിലിന് മുന്നോട്ട് വെച്ച സാധ്യതകൾ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതടക്കം മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കർണാടക സർക്കാരും ഇതിനിടയിൽ പറയുന്നുണ്ട്, കാലാവസ്ഥ മാറുകയാണെങ്കിൽ തെരച്ചിൽ തുടരാമെന്ന്. ഇനിയിപ്പോൾ ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്, എന്തായാലും രാത്രിയിൽ തെരച്ചിലിന് സാധ്യതയില്ല. എങ്കിലും നാളെ ഒരു വിധത്തിലുള്ള തെരച്ചിലും നടത്തില്ല എന്ന് തന്നെ ആയിരിക്കുമോ ഈ യോഗ തീരുമാനങ്ങളൊക്കെ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശ്രുതി, യോഗ തീരുമാനങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ യോഗത്തിന് ശേഷം ഒരു വാർത്താക്കുറിപ്പായി ഔദ്യോഗിക തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ളതാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ അല്പസമയം മുന്നേ മുഹമ്മദ് റിയാസ് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്, ഈ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്, ഈ തിരച്ചിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ തിരച്ചിൽ നിർത്തുന്ന വിവരം 1 മണിക്കൂർ മുന്നേ ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് NDRFും നേവിയും അടക്കമുള്ള സംഘങ്ങൾ ആ സ്ഥലത്തു നിന്ന് മടങ്ങിയിട്ടുണ്ട്. കൂടാതെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ഇപ്പോൾ അവരുടെ ഫിഷിംഗ് ബോട്ടടക്കം തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഈ ഒരു വിവരം കേരളത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു പരാതി മുഹമ്മദ് റിയാസ് ഉന്നയിക്കുന്നുണ്ട്. ഈ പരാതിയുടെ ഒരു കഴമ്പെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ ദുരന്തമുണ്ടായി, ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായി, ആദ്യഘട്ടത്തിൽ എന്ത് ജില്ലാ ഭരണകൂടം ചെയ്തു, കർണാടക സർക്കാർ എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രധാനമായും ഉന്നയിക്കേണ്ടതാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരുടെയും പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക
നടത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിൽ ഏകോപനം നടന്നു, അല്ലെങ്കിൽ ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ദുരന്തമുണ്ടായി, ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു മണിക്കൂറുകളിൽ എന്തൊക്കെ നടപടികൾ സർക്കാർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും വിമർശന വിധേയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ആർമി വന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ വന്ന ആർമിയുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള ബൂം എക്സ്കവലേറ്റർ അടക്കം എത്തിച്ചത് എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒരു ഏകോപന കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും അടക്കം ഉന്നയിക്കുന്നു. അവസാന ഘട്ടത്തിലാണ് ഈ ഒരു വേഗത, ഈ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിലുമൊക്കെ ഒരു വേഗത വന്നതും അതിനൂതന റഡാർ സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധന തുടങ്ങിയതും അവസാന ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഈ തിരച്ചിൽ നിർത്തുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ കാരണങ്ങൾ പറഞ്ഞ് തിരച്ചിൽ നേരത്തെ തന്നെ അവസാനിക്കാനുള്ള ഒരു ഒരുക്കം പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിന് കർണാടക റവന്യൂ മന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നതും തിരച്ചിൽ നിർത്തരുത്, തിരച്ചിൽ തുടരണം എന്നുള്ളതാണ്. എന്തായാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിരച്ചിലായിട്ട് തന്നെ ഈ അർജുൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തെയോ തിരച്ചിലിനെയോ കാണേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിന് അത് തൃപ്തികരമല്ല. കേരളത്തിനും കുടുംബത്തിനും, അർജുൻ്റെ കുടുംബത്തിനും അത് തൃപ്തികരമല്ല. മറിച്ച് ഇനിയും തിരച്ചിൽ തുടരണം. അർജുൻ്റെ ജീവനറ്റ ശരീരമായെങ്കിലും തനിക്ക് കാണണം എന്നുള്ളതാണ് അർജുൻ്റെ ഭാര്യയുടെയും സഹോദരിയുടെയും അമ്മയുടെയും ഒക്കെ ഒരു ആവശ്യം. ആ ആവശ്യത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമേ കേരളത്തിന് പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. എന്തായാലും 4 ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തിവെച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് കർണാടകയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ കർണാടക റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുന്നതാണ്. ഏതായാലും 13-ാം ദിവസവും അർജുനായുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുകയാണ്. പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപേ അവസാനിപ്പിച്ചതോടെ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗ തീരുമാനം എന്തായിരിക്കുമെന്നുള്ള കാത്തിരിപ്പിലാണ് കേരളവും കാത്തിരിക്കുന്നത്. തെരച്ചിലിന് മുന്നോട്ട് വെച്ച സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ഒരു വിമർശനവും കൂടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പലതവണ അടിത്തട്ടിൽ ഇറങ്ങിയിട്ടും കാഴ്ച ദുഷ്കരമെന്നാണ് മാൽപേ അടക്കം പറയുന്നത്.